ഹായ് അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂരിലെ അബ്ദുൽ നാസർ ഷുഹൈബ ദമ്പതികളുടെ വീടാണിത്. 5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 35 ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും നൽകിയിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം മുറ്റം നൽകിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ടും അതുപോലെ ഫ്രണ്ടിലായിട്ടൊക്കെ വരുന്ന ഷോവാളിനായിട്ട് ഗ്രേ കളർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൻ്റെ പില്ലറിനായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത്. സ്ലോപ്പ് റൂഫായിട്ട് വരുന്ന ആ ഒരു വോളിൽ മുഴുവനായിട്ടും ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. കാർ പോർച്ചിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാർ പോർച്ചിൽ നിന്നും സിറ്റ് ഔട്ടിലേക്ക് 2 സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ തറയുടെ ഭാഗത്തൊക്കെ ആയിട്ട് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിനും ക്ലാഡിംഗ് സ്റ്റോൺ ആണ് നൽകിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത്. 270x150 ആണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. സീറ്റിംഗ് കൂടാതെ 2 ചെയറും കൂടെ സിറ്റ് ഔട്ടിൽ നൽകിയിട്ടുണ്ട്. 300x330 ആണ് ഈ ഒരു കാർ പോർച്ചിൻ്റെ സൈസ് വരുന്നത്. ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. മഹാഗണി വുഡിലായിട്ട് സിമ്പിളായിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റീലിലെ ഹാൻഡിലാണ് ഡോറിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത്. ലിവിംഗ് റൂമിൽ L ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ജിപ്സം വർക്കിൽ സിമ്പിളായി LED ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. 270x360 ആണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത്. സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീ ടേബിളിന് താഴെയായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഉൾപ്പെടെയാണ് 35 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിന് മാത്രം വീടിന് വന്നിട്ടുള്ളത് 3 ലക്ഷം രൂപയാണ്. ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് 300x420 ആണ്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ടേബിളിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ ആ ഒരു ഹാൻഡ് റെയിലും അതുപോലെ ഹാങ്ങിങ് ലൈറ്റും പർഗോളയൊക്കെ വന്നപ്പോൾ ആ ഒരു ഭാഗം അടിപൊളിയായിട്ടുണ്ട്. വിൻഡോക്കെല്ലാം വുഡ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് TV യൂണിറ്റിൻ്റെ ഭാഗം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തും സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ 3 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ട് വാഷ് ബേസിനായിട്ടൊരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട്. ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. സർക്കിൾ ഷേപ്പിലാണ് മിറർ നൽകിയിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് പാർട്ടിഷൻ വാൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ഡിസൈനിൽ തന്നെയാണ് മുകൾ ഭാഗവും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഈ ഒരു TV യൂണിറ്റ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന് താഴെ മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു TV യൂണിറ്റും വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിലൂടെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. ബെഡ്റൂം ഡോറ് റെഡിമെയ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് 300x360 ആണ് സൈസ് വരുന്നത്. സിമ്പിളായിട്ടാണ് ബെഡ്റൂം എല്ലാം ഒരുക്കിയിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. സീലിംഗും തന്നെ സിമ്പിളായി പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോക്കെല്ലാം വുഡിലുള്ള കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. കോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. റെഡിമെയ്ഡ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിനോട് മാച്ച് ആയിട്ടുള്ള വാർഡ്രോബാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്.
റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത്. 180-140 ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. ഒരു കോർണറിലായിട്ട് വെയ്സൺ നൽകിയിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ട് തന്നെ എത്തുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു സൈഡിലൂടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തും സീലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് സീലിംഗിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അവിടെ ആയിട്ട് ആ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോള് കഴിഞ്ഞ് ഇവിടെ തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനും റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഡോറിൻ്റെ കട്ടിലുകളെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമും സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. 322-340 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ക്രീം ആൻഡ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടും വാർഡ്രോബും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് 180-140 സൈസ് വരുന്നത്. ഗ്രീൻ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചൻ്റെ ആ ഒരു സൈഡിലോട്ടാണ് എത്തുന്നത്. കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള 2 ബെഡ്റൂമും ഇപ്പം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം. ഡൈനിങ് ഹാൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. വുഡ് GI ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത്. മഹാഗണി വുഡാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള സെയിം മാർബിൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അവിടെ ആയിട്ടാണ് ഇൻവേർട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു ഭാഗത്ത് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡിങ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിലുള്ള ഡബിൾ ഹൈറ്റിൽ വരുന്ന ഭാഗമാണിത്. ഈ ഒരു ഭാഗത്തും വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ടും റെഡിമെയ്ഡ് വാർഡ്രോബും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ ഒരു സ്റ്റഡി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. സ്ലോ പ്രൂഫായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തുള്ള റൂമാണിത്. ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് മറ്റൊരു ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 300-360 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. വിൻഡോക്കെല്ലാം വുഡിൻ്റെ കളറിലുള്ള സീബ്ര ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് 180-140 സൈസ് വരുന്നത്. ഗ്രേ കളറിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൽ വോളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ലിവിങ്ങിൻ്റെ ആ ഒരു ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്തോട്ടാണ് എത്തുന്നത്. അവിടെ നിന്നും ഇവിടെ ആയിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. വുഡിലായിട്ടാണ് ബാൽക്കണിയുടെ ഡോറ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത്. ചുറ്റിലുമായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പില്ലറിനായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് വിരിച്ചിട്ടുള്ളത്. സീറ്റിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നമ്മൾ മുകളിലെ ഹാളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്. പുറത്തേക്കായിട്ട് വരുന്ന ഡോറെല്ലാം വുഡിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ ടെറസും വുഡിൽ തന്നെയാണ് ഡോർ നൽകിയിട്ടുള്ളത്. ഓപ്പൺ ടെറസിലായിട്ട് ഒരു സൈഡിലായിട്ട് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അവിടെയാണ് അലക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത്. ഒത്തിരി പേര് 3 ബെഡ്റൂമുള്ള വീട് വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തേക്ക് വുഡിലാണ് ഈ ഒരു കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്.
ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജൊക്കെ ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ റെഡിമെയ്ഡ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുകളിൽ മുഴുവനായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത്. വിൻഡോക്കും വുഡ് കളറിലുള്ള സീബ്ര ബ്ലിൻസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിലായിട്ടാണ് ഈ ഒരു സിങ്ക് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് നൽകിയിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. 300-284 ഈ ഒരു ഷോ കിച്ചൻ്റെ സൈസ് വരുന്നത്. കബോർഡ്സ് എല്ലാം ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത്. വോളിൽ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട്. 150-154 ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് താഴെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. 212-284 ഈ ഒരു വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത്. കിച്ചണും സ്റ്റെയർ കേസും സീലിങ്ങും ഉൾപ്പെടെ കേട്ടോ ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ 3 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണിലും വോള് മുഴുവൻ വൈറ്റ് ഗ്ലോസി ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിന് താഴെയായിട്ട് വിറക് വെക്കുന്ന ഭാഗവും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ടൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറാണ് ആ ഒരു വിൻഡോക്ക് നൽകിയിട്ടുള്ളത്. കിച്ചണിൽ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് 2 കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് തന്നെ പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത്. ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ലൈഡിംഗ് വിൻഡോൻ്റെ ബാക്ക് സൈഡിലായിട്ട് നെറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്